മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്ത്. സർക്കാർ അവഗണനയ്ക്കെതിരെ ഇ.കെ. സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF ഇന്ന് മലപ്പുറത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. സീറ്റ് വേണം, നീതി വേണം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് SKSSF സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വിവരങ്ങളുമായി മുബഷീർ പി അക്ബർ. മുബഷീർ, നോക്കൂ, ഒരു ദീർഘകാലത്തെ ആവശ്യമാണ്. SKSSF പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് അതിൻ്റെ ഒരു പ്രതിനിധി സംഘത്തെ സർക്കാരുമായി സംസാരിക്കാൻ അയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്ര കണ്ട് സ്ഥിരീകരിക്കുന്ന വാർത്തയാണെന്ന് അറിയില്ല. എന്തൊക്കെയാണ് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക? തീർച്ചയായും നികേഷ് കുമാർ, ഫലപ്രഖ്യാപനത്തോടൊപ്പം അധിക സീറ്റ് പ്രഖ്യാപനമെന്ന പരിഹാസ നടപടി സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ.കെ. സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF ഇത്തരമൊരു പ്രതിഷേധവുമായി ഇന്ന് രംഗത്ത് വരുന്നത്. നമുക്കറിയാം, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്കെതിരെ വിവിധ സംഘടനകൾ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തുണ്ട്. അതിനിടെയാണ് SKSSFിന്റെ പരിപാടി ഇന്ന് മലപ്പുറത്ത് നടക്കാൻ പോകുന്നത്. അധിക സീറ്റ് എന്നത് ശാശ്വതമായ സീറ്റ് നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഉപരിപഠനം കൃത്യമായും ഉറപ്പുവരുത്തുക എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് SKSSF ഇന്ന് പ്രക്ഷോഭ രംഗത്തുള്ളത്. നൈറ്റ് മാർച്ചായി ഇന്ന് 7:30-നാണ് SKSSF സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. SKSSFിനെ കൂടാതെ മറ്റു വിവിധ സംഘടനകൾ ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ വിഭാഗത്തിന്റെ മുഖപ്രസംഗം ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. കടബാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അധിക സീറ്റ് മലബാറിലേക്ക് നൽകാത്തെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സമസ്ത AP വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ ലേഖനം എഴുതിയിരുന്നു. ആ വിധത്തിൽ വിവിധ സംഘടനകൾ ഇതിൽ പരസ്യമായി തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണുള്ളത്. KSU MSF ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ പരസ്യമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും SKSSFിന്റെ ഈ ഒരു പരിപാടിയിൽ ഏകദേശം 500-ലധികം ആളുകൾ തന്നെ അണിനിരക്കുമെന്നുള്ളതാണ് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ മാർക്ക് നേടി, വിജയശതമാനം നേടി ഉപരിപഠനത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് മലബാറിലെ വിവിധ ജില്ലകളിലുള്ളത്. കോഴിക്കോടും വിശേഷം മലപ്പുറത്തും പാലക്കാട് ഉൾപ്പെടെ ആ നിലയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. തെക്കൻ ജില്ലകളിൽ അധിക സീറ്റ് നിലനിൽക്കുമ്പോഴും, അല്ലെങ്കിൽ അവിടെ വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി അതിലധികമുള്ള സീറ്റ് നിലനിൽക്കുമ്പോഴും ഇവിടെ വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായിട്ടുള്ള സീറ്റുകൾ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു സംഘടനകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തമായ കണക്കുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഒരു സംഘടനകൾ ഈ വിഷയത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ ആരോപണ പ്രത്യാരോപണങ്ങളും ആ നിലയിൽ തുടരുന്നുണ്ട്. ഇത്തരത്തിൽ UDF സർക്കാരിന്റെ കാലത്തെ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്ന കാലത്തൊന്നും തന്നെ ഈ ഒരു വിഷയം ആ നിലയിൽ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തരം ഒരു വിമർശനത്തിന്റെ കാരണം എന്താണെന്ന് മുസ്ലിം ലീഗിനെതിരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ വിമർശനം ഉയർന്നുണ്ട്. KT ജലീൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരം അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്. എന്നാൽ അക്കാലങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു. അധിക സീറ്റ് എന്ന വിഷയത്തിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ പരിഹരിക്കാൻ അന്ന് UDF സർക്കാർ സാധിച്ചിരുന്നു എന്നാണ് ഇവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ പരസ്യമായി തന്നെ പ്രതിഷേധ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ കഷ്ടം തന്നെയാണ് ഇക്കാര്യം. കാരണം ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും ഉപരിപഠനത്തിന് സാധ്യതയില്ലാതെ മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം വേണമെന്നുള്ളതാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരെയും ആവശ്യം. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ രക്ഷിതാക്കളുടെ ഉൾപ്പെടെയുള്ള സംയുക്തമായ ഒരു പ്രതിഷേധം ഉൾപ്പെടെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കും ലഭിക്കുന്ന വിവരം. നികേഷ് കുമാർ.